ചന്ദ്ര ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല, സന്തോഷമേ ഉള്ളൂ. ഇന്നും ഇങ്ങനെ അടുത്ത് നിന്ന് സിദ്ധുവിനെ പരിചരിക്കാൻ പറ്റണേന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അപ്പോ ആയുഷ്കാലം ഞാനിങ്ങനെ മരുന്നുമായിട്ട് കഴിയണമെന്നാണോ? എന്തു പറഞ്ഞാലും ഈ സിദ്ധുവേട്ടൻ അതിലൊരു കുനിഷ്ട് കണ്ടുപിടിക്കും. നല്ല ഒന്നാന്തര വക്കീല് ബുദ്ധി തന്നെ. ബുദ്ധിയുണ്ടായിട്ടും ചില അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം എനിക്കുള്ളൂ. പിന്നെയും തുടങ്ങി. അച്ഛനെ ഇവിടെ എന്തൊക്കെയോ ചില ബിസിനസ്സുകൾ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെയോ? ഇവിടെ എന്തിനാ ചന്ദ്രയുടെ അച്ഛൻ ബിസിനസ് തുടങ്ങുന്നത്? എല്ലാം നമുക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടിയോ? പിന്നല്ലാതെ അച്ഛന്റെ ഒരു മോളല്ലേ ഞാൻ. അപ്പൊ എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം സിദ്ധുവേട്ടനും കൂടി വേണ്ടിയല്ലേ? എന്നാര് തീരുമാനിച്ചു? എല്ലാം അച്ഛന്റെ തീരുമാന. നിശ്ചിത വിവരങ്ങൾ അച്ഛൻ തന്നെ സിദ്ധുവേട്ടനോട് പറയും. ആ ആയിക്കോട്ടെ. ചന്ദ്രേ, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. താനൊന്ന് പോയേ. സിദ്ധുവേട്ടാ, നമുക്കൊന്ന് പഴങ്ങാടി ഗണപതി അമ്പലത്തിൽ പോണം. എന്തിന്? ഗണപതി ഭഗവാനും കൂടി തലവേദന ഉണ്ടാക്കാനാണോ? ദേ, ഭഗവാൻ വെച്ച് കുറുമ്പ് പറയരുത് കേട്ടോ. നമുക്ക് പോയി 101 തേങ്ങ ഉടയ്ക്കണം. എന്തിന്? എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കാൻ. ചന്ദ്ര ഇപ്പൊ ചെല്ല്, ബാക്കിയൊക്കെ വഴി ആലോചിക്കാം. ആ പിന്നെ ആ ദേവി ചേച്ചി വിളിച്ചാലേ ഫോണൊന്നും എടുക്കണ്ട കേട്ടോ. അത് തീരുമാനിക്കുന്നത് ഞാനല്ലേ? അതെ, പക്ഷേ അങ്ങനെയുള്ള വിളിയും പറച്ചിലും ഒന്നും എന്റെ അച്ഛന് ഇഷ്ടമല്ല. ചന്ദ്രയുടെ അച്ഛന്റെ ഇഷ്ടം ഞാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ അച്ഛൻ സിദ്ധുവിന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ. അപ്പോ അദ്ദേഹത്തെ അനുസരിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റും ശരിയൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ എനിക്ക് വയ്യ. ചന്ദ്ര ഒന്ന് പോയേ. ആഹാ, വന്നല്ലോ മേഘദൂതൻ. മേഘദൂതനോ? സോറി, കാരണഭൂതൻ. ഇപ്പൊ ഇവിടത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണഭൂതൻ സ്വാമിയാണല്ലോ.